ആഭ്യന്തര വകുപ്പിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ അതൃപ്തി എന്ന വാർത്ത LDF യോഗത്തിലും മന്ത്രിസഭാ യോഗത്തിലും ഈ അതൃപ്തി പറയുമെന്നാണ് അവർ പറയുന്നത്. പരസ്യ പ്രതികരണം നടത്തി മുന്നണിയെ പ്രതിസന്ധിയിലാക്കേണ്ടെന്നും പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചു. PV അൻവറിൻ്റെ ആരോപണത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നും പറയാനുള്ളത് പിന്നീട് പറയാമെന്നും ജോസ് കെ മാണി 24-നോട്. ആരോപണം വരികയും അതിനുശേഷം ഇവിടെ മുഖ്യമന്ത്രി കോട്ടയത്ത് തന്നെ വന്നു, പോലീസ് അസോസിയേഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവിടെ തന്നെ പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം സർക്കാർ നടത്തുമെന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അന്വേഷണം ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അന്വേഷണം, പ്രത്യേകിച്ച് ഒരു MLA പറയുമ്പോൾ അന്വേഷണം വേണമല്ലോ, അന്വേഷണം നടത്തുന്നുണ്ട്, അന്വേഷണം വരട്ടെ. അത് പക്ഷേ സമയബന്ധിതമായി അന്വേഷണം നടത്തി പൂർത്തീകരിക്കട്ടെ. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി ചേർന്നു. ഗുഡ് മോർണിംഗ് ടോബി, പറയൂ. ഗുഡ് മോർണിംഗ് SK. എന്തായാലും കേരള കോൺഗ്രസിന് കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് പരസ്യമായി പ്രകടിപ്പിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ല എന്നാണ് ജോസ് കെ മാണി അടക്കമുള്ളവരുടെ തീരുമാനം. സാധാരണ ക്യാബിനറ്റിന് മുമ്പ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാറുണ്ട്, അത് തിരുവനന്തപുരത്താണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്നലെ അർദ്ധരാത്രിയിൽ കോട്ടയത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ജോസ് കെ മാണിയുടെ തന്നെ നേതൃത്വത്തിൽ ഒരു അടിയന്തര പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എല്ലാ MLA-മാരും ഇതിൽ പങ്കെടുത്തു. എന്തായാലും അതിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പാർലമെന്ററി പാർട്ടി യോഗമാണ് ചേർന്നത്. അതിൽ അതൃപ്തി പല ആളുകളും അറിയിച്ചു, MLA-മാരും മന്ത്രിയും അറിയിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അതൃപ്തി ക്യാബിനറ്റിലും ഒപ്പം തന്നെ LDF-ലും ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ അൻവറിന്റെ ആരോപണങ്ങളിൽ ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് പുറത്തു വരണം എന്നുള്ളൊരു തീരുമാനമാണ് ഇവർക്കുള്ളത്. താഴെത്തട്ടിൽ അണികൾക്കും പല നേതാക്കൾക്കും സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ പോക്കിനോട് വലിയ അതൃപ്തിയുണ്ട്. കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് തന്നെ കാരണമായത് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാടുകളാണെന്ന് തോമസ് ചാഴികാടൻ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും PV അൻവറിന്റെ ആരോപണം വരുന്നു ആഭ്യന്തര വകുപ്പിനെതിരെ. അതോടൊപ്പം തന്നെ EP ജയരാജൻ പുറത്തേക്ക് പോകുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, മുകേഷിന്റെ രാജി ആവശ്യം ഉയർന്നു വരുന്നു. അങ്ങനെ സർക്കാർ ആകപ്പാടെ പ്രതിസന്ധിയിലേക്ക് പോകുന്നു, വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഇത് മുന്നണിയിലെ പ്രധാന ഘടകകക്ഷി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസിനെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതൃപ്തി ഈ നേതൃത്വത്തെ അറിയിക്കുക, സർക്കാരിനെ അറിയിക്കുക, ഒപ്പം തന്നെ LDF നേതൃത്വത്തെ അറിയിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കേരള കോൺഗ്രസ് നേതൃത്വം വന്നിരിക്കുന്നത്. എന്നാൽ ഒരു പരസ്യ പ്രതികരണം നടത്തി നിലവിൽ മുന്നണിയെ പ്രതിസന്ധിയിലാക്കേണ്ട, പ്രത്യേകിച്ച് CPI അടക്കമുള്ളവർ പരസ്യ പ്രതികരണങ്ങളിലേക്കും അല്ലെങ്കിൽ ചില വിമർശനങ്ങളിലേക്കും കടന്നു വന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് കേരള കോൺഗ്രസ് തീരുമാനിക്കേണ്ടതില്ല എന്നാണ് അവർ ഇന്നലെ യോഗത്തിലെടുത്ത തീരുമാനം. എന്തായാലും നിർണായക യോഗമാണ് ഇന്നലെ രാത്രിയിൽ ചേർന്നത്. ക്യാബിനറ്റിലും അതുപോലെ തന്നെ LDF-ലും ഈ അതൃപ്തി സർക്കാരിന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത്. SK. ഓക്കെ, താങ്ക് യു. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്.